ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീട്ടിക്കിട്ടിയ 4ാമത്തേതും അവസാനത്തേതുമായ വർഷത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളാണോ ഇതാർക്കറിയാം? ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്നെ കഴുകണമേ കർത്താവേ. ഇന്ന് രാത്രി ഒരു സാധാരണ പ്രസംഗമല്ല ഈ പുൾപിറ്റിൽ ഉയരേണ്ടത്. ഇന്ന് രാത്രി അസാധാരണമായൊരു ദൈവശബ്ദം ഇവിടെ മുഴങ്ങണം. ഇടനെഞ്ചു പൊട്ടിക്കരയുന്ന, ചങ്കുരുകത്തക്ക വിധത്തിൽ കരയുന്ന ചില പ്രിയപ്പെട്ടവരുടെ നിലവിളിയുടെ ശബ്ദം ഇവിടെ ഉയരണം. വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്ന എല്ലാ സഹോദരങ്ങളും ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാധുക്കളും ഏഴുകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പച്ച എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകിയ തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ജീവന്റെ വചനം വായിച്ചിരിക്കുന്നു. ഹൃദയങ്ങളോട് അങ്ങയുടെ ആത്മാവ് സംവാദിക്കണമേ. ബലഹീനനും അപ്രാപ്തനുമായ എളിയവനെ അങ്ങയെ പ്രതിനിധീകരിപ്പാൻ, അങ്ങയെ പ്രതിധ്വനിപ്പിപ്പാൻ കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നിങ്ങൾ കർത്തൃസന്നിധിയിലിരിക്കണം. ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി ഗ്രഹിക്കാൻ കഴിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ കലാപരിപാടികളുടെ ഭാഗമായി മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ നടത്താറുണ്ട്. മിമിക്രിക്കാരും മോണോ ആക്ട് നടത്തുന്നവരും ഒക്കെ സ്റ്റേജിലെത്തിയാൽ അവരുടെ മുഖഭാവത്തിനും അവരുടെ പൊരിയക്കൊടിയുടെ ചലനത്തിന് പോലും ഒരു ഹാസ്യത്തിൻ്റെ സ്പർശനമുണ്ട്. 1.5 മണിക്കൂർ ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ കോപ്രായങ്ങൾ കണ്ട് അതിനു മുൻപിൽ കുടഞ്ഞിട്ട് ചിരിക്കുന്ന ആളുകൾ ആസ്വദിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഉറക്കത്തിനിടയിലും ഓർത്തോർത്ത് ചിരിക്കുമെന്ന വയ്പ്. സ്തോത്രം. ഇതുപോലെ ആത്മീയ ശുശ്രൂഷയിലെ മിമിക്രി ആർട്ടിസ്റ്റുകളും ആത്മലോകത്തിൽ കുറവല്ല. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റായി നിൽക്കാനല്ല ദൈവം എന്നെ അയച്ചത്. നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്ന കിടപ്പറ നിങ്ങളുടെ മരണയറയായി മാറിയാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ നിത്യതയിലാകത്തക്ക വിധം നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന രാത്രിയായി രാത്രി തീർക്കാനാണ് ദൈവാത്മാവ് ഞങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ദൈവം വ്യക്തിപരമായി ഇടപെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്ക്, വിശേഷിച്ച് തയ്യൽക്കാർക്കുള്ള ഒരു ഏകാഗ്രതയുണ്ട്. ഇതുപോലെ വേണം കർത്തൃസ്ഥലിൽ ഇരിക്കാൻ എന്ന് ഞാൻ ഉപമയിലൂടെ അങ്ങ് പറയുകയാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയുവാനായിട്ടിടയാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചരിത്ര പ്രസിദ്ധമായ പ്രാവചനിക പ്രസക്തിയുള്ള ഭാവികാല പ്രവചനങ്ങളോട് വലിയ ബന്ധമുള്ള ഒരു ഗൗരവമേറിയ ഉപമ തൻ്റെ ശിഷ്യന്മാരുടെയും സദൃശ്യ ശ്രോതാക്കളുടെയും നടുവിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്ന ഉപമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ ഉപമ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഉപമയാണ്. ആ ഉപമ ഫലം കായ്ക്കാത്ത അത്തിക്ക് വന്ന പ്രത്യാഘാതത്തിൻ്റെ ചിത്രം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട്
ഫലം കായ്ക്കുവാൻ ഒരു ക്ഷണത്തോടൊപ്പം തന്നെ നമ്മളുടെ ഒരു വർഷം നമ്മളെ വിട്ട് പിരിയുന്ന സമയത്ത് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങൾ തീരാറായി എന്നൊരു തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവി സദസ്സിനെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ആവർത്തിക്കട്ടെ. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് ഫലം കായ്ക്കാൻ ഒരുങ്ങുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരണം. ഈ അത്തിയിലേക്ക് എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ അത്തിയെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുക. അതിൻ്റെ 13-ാമത്തെ വാക്യം. ഈ അത്തിക്ക് 7 പ്രത്യേകതകളുള്ള അത്തിയാണ്. ഈ സാധാരണ അത്തിയല്ലിത്, ഇത് 7 പ്രത്യേകതകൾ ഉള്ള അത്തിയാണ്. ഒന്ന്, ഇതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഈ അത്തി സാധാരണ അത്തിയല്ല, ഇത് ഒഴുകിക്കയറി വന്നതല്ല, ഇതിനെ പാട്ടത്തിന് പിടിച്ചതല്ല, ഇതിനെ ചിട്ടിക്കെടുത്തതല്ല, ഇതിനെ ഒറ്റയ്ക്ക് പിടിച്ചതല്ല, ഇതിനെ നട്ടു വളർത്തി പദവി നൽകിയതാണ്. ഇത് നിൽക്കുന്നത് മുന്തിരിത്തോട്ടത്തിനകത്താണ്. മുന്തിരി ആത്മീയ നിലവാരത്തിൻ്റെ സൂചനയാണെങ്കിൽ, അത്തി രാഷ്ട്രീയ നിലവാരത്തിൻ്റെ സൂചനയാണെങ്കിൽ, ഇത് മുന്തിരിത്തോട്ടത്തിനകത്ത് നടപ്പെട്ടിരിക്കുന്നു. ഇത് സാധാരണയല്ല, ഇത് പദവി നൽകി ആക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു ദൂത് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. നിന്റെ ഭൗതികത്തിൻ്റെ നിലനിൽപ്പ് നിന്റെ ആത്മീയത്തിൻ്റെ നിലനിൽപ്പിന് അടിയിൽ വേരോടി നിൽക്കണം. സ്തോത്രം. അതിൻ്റെ ആത്മീയതയുടെ അടിത്തറ തകർന്നാൽ അധികം താമസിക്കാതെ നിന്റെ ഭൗതികതയുടെ അടിത്തറ തകരും. സ്തോത്രം. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചുകൊണ്ട് യഹൂദന്റെ ആത്മീയത്തിന്റെ അടിത്തറ തകർന്നു. അടുത്ത 70-എത്തിയപ്പോൾ ഈ ടൈറ്റസിന്റെ ആക്രമണത്തിൽ അവരുടെ ഭൗതികത്തിന്റെ അടിത്തറയെ ദൈവം തകർത്തു. നിന്റെ ആത്മീയത കൃപയിലാണെങ്കിൽ നിന്റെ ഭൗതികതയെ നിലനിർത്താൻ കഴിവുള്ള ഒരു കരവും ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അത്തിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അത്തി സാധാരണ അത്തിയല്ല, ഈ അത്തി പദവി നൽകി മാനിച്ച് കൊണ്ടുവന്ന് നട്ട അത്തിയാണ്. ഇത് ഒഴുകിക്കയറി വന്നതല്ല. ഇത് ദൈവത്തിന് സ്തോത്ര കാക്കച്ചുണ്ടിൽ നിന്ന് വീണ ഒരു ആഞ്ഞിലിക്കുരുവിൽ നിന്നും കിളിർത്തു വന്ന ഒരു വടവൃക്ഷത്തിന്റെ ഭാഗമല്ല. ഇത് പ്രളയകാലത്ത് ഒഴുകി വന്ന് അത് കരയ്ക്കടിഞ്ഞു വളർന്നതല്ല. ഇതൊരു മനുഷ്യൻ ലക്ഷ്യത്തോടുകൂടെ കൊണ്ടുവന്ന് അത് പലസ്തീൻ നാട്ടിന്റെ കാർഷിക പശ്ചാത്തലത്തിൽ മനോഹരമായ മുന്തിരിത്തോട്ടത്തിനടുത്ത് തടമെടുത്ത് നട്ടു വളർത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സാധാരണ അത്തിയല്ല, ഇത് പദവിയുള്ള അത്തിയാണ്. ഇന്ന് പകലൊരു വചനം രാത്രിയിൽ ഒരു വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറയണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീ അല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. സ്തോത്രം ചെയ്ത ദൈവപൈതലേ, ഈ രാത്രി ഇവിടെ നിന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നിന്നെ ദൈവമാണ് മെനഞ്ഞു വെച്ചത്. ഒരു കൊട്ട മെടയുന്നത് പോലെ, ഒരു ഓല നെയ്തെടുക്കുന്നത് പോലെ സർവശക്തന്റെ കരം നിന്നെ മെനയുകയായിരുന്നു. മാത്രമല്ല, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് രാത്രി ഇത് ഓർത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ഇത് ഒഴുകി കയറി വന്നതല്ല, ഇതിനെ പാട്ടത്തിന് പിടിച്ചതല്ല, ഇതിനെ ചിട്ടിക്കെടുത്തതല്ല, ഇതിനെ ഒറ്റയ്ക്ക് പിടിച്ചതല്ല, ഇത് കാക്കച്ചൂണ്ടിൽ നിന്ന് വീണ് വളർന്നതല്ല, ഇത് പ്രളയകാലത്ത് മല സൈഡിൽ വന്നടിഞ്ഞതല്ല, ഇതിനെ മുൻനിർണയിച്ചു കൊണ്ടുവന്നതാണ്. നീ എവിടെ ജനിക്കണം? നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം?
ആയിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നിന്റെ വരുമാന മാർഗം എന്താകണം, നിന്റെ ഭവനം എവിടെ ഉയരണം, നിന്റെ തലമുറ ആരായിരിക്കണം, നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ മണ്ണിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവമെങ്കിൽ ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പദ്ധതി നീ ആരാധിക്കുന്ന നിന്റെ കർത്താവിന് നിന്നെ കുറിച്ചുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ സാധാരണ അത്തിയല്ല, ഞാൻ പദവി നേടിയ അത്തിയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നിനക്കെതിരെ വന്നിട്ടുള്ള പ്രതികൂലങ്ങൾക്ക് നടുവിൽ നിന്നെ ഇരുട്ടിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാതെ ഒരു മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ഏലസിനും തകടിനും ഒരു ആവാഹിച്ചുവിട്ട ദുരാത്മ വ്യാപാരത്തിനും നിന്നെ തകർക്കാൻ അനുവദിക്കാതെ എൻ്റെ ദൈവം മതിൽ കെട്ടി പരിപാലിച്ച ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഈ അത്തി സാധാരണ അത്തിയല്ല, ഇത് തടമെടുത്ത് മതിൽ കെട്ടിനകത്ത് വളർത്തിയ ആ പദവിയുള്ള അത്തിയാണ്. ഇനി മാത്രമല്ല, അവിടെ അടുത്ത പ്രയോഗം ശ്രദ്ധിക്കുക. ഈ അത്തിയുടെ പദവിയാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത്. രണ്ട്, ഈ അത്തിയുടെ സ്ഥാനം. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാനീ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി വിവേചിച്ചറിയാൻ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. നമ്മളിന്ന് രാത്രി സാധാരണക്കാരാകരുത്, നമ്മളിന്ന് രാത്രി വിലയിരുത്തുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താനായിട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയാണ് നമ്മളെ വിലയിരുത്തുന്നത്. ഒരാൾ പറഞ്ഞു, അമേരിക്കയിൽ കറണ്ട് പോയാൽ ഉടൻ തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ജനറേറ്റിംഗ് ഓഫീസിലേക്ക് വിളിച്ചവർ ചോദിക്കും, എന്താ കറണ്ട് പോയതിൻ്റെ കാര്യമെന്ന്. ജപ്പാനിൽ കറണ്ട് പോയാൽ അവരുടെ ഫ്യൂസ് അതെ ആ ബോക്സ്, ആ പ്രധാനപ്പെട്ട ബോക്സ് സിസ്റ്റം തുറന്നു നോക്കും, ഇതിനകത്ത് ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന്. എന്നാൽ കേരളത്തിൽ കറണ്ട് പോയാൽ ജനലിൽ കൂടെ തലയിട്ട് അടുത്ത വീട്ടിലോട്ട് നോക്കും, അവിടെ ഉണ്ടോ എന്ന്. സ്തോത്രം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റുള്ളതൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അടുത്തിരിക്കുന്നവനില്ലെങ്കിൽ നമുക്കുമില്ല, സാരമില്ല. ഇത് വിലയിരുത്തലല്ല. ഇന്ന് രാത്രി നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തണം. മഹാന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ കൈകെട്ടി കാലും പൂട്ടിയിരുന്ന് ഉറങ്ങുന്നവരല്ല, അവർ അവരവരെ തന്നെ വിലയിരുത്തുന്നവരാണ്. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു വിലയിരുത്തൽ നടക്കണം. ഒരിക്കൽ മഹാത്മാഗാന്ധി ട്രെയിനിലോട്ട് കയറാൻ തുടങ്ങുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഒരു കാലിലെ ചെരുപ്പ് ഈ റെയിൽവേ ട്രാക്കിനിടയിലോട്ടങ്ങ് വീണുപോയി. പെട്ടെന്ന് അദ്ദേഹത്തെ തിരക്കി ഒരു വലിയ പറ്റം ആളുകളാണ് വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിക്ക്. എല്ലാവരും ശ്രദ്ധിച്ചു. അദ്ദേഹം ശാന്തമായി കുനിഞ്ഞ് മറ്റേ കാലിലെ ചെരുപ്പെടുത്ത് ആ ട്രാക്കിലേക്ക് വീണ ചെരുപ്പിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇട്ടു. ഉടനെ കൂടെയുള്ള ആൾക്കാർ ചോദിച്ചു, അങ്ങെന്തായി കാണിച്ചേ? ഒരു കാലിലെ ചെരുപ്പ് ഊരിപ്പോയി, അപ്പോൾ അടുത്ത കാലിലെ ചെരുപ്പൂരി കൃത്യം അതേ പൊസിഷനിൽ ഇട്ടതിൻ്റെ കാര്യം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പ്രതിസന്ധി ഒന്ന് വിലയിരുത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒറ്റ ചെരുപ്പ് കിട്ടിയിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ചെരുപ്പില്ലാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനിയും ട്രാക്കിൽ കിടക്കുന്ന ഒരു ചെരുപ്പ് ഒറ്റയ്ക്ക് ഒരുത്തന് കിട്ടിയാൽ അവനും പ്രയോജനമൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ കിട്ടുന്നവന് രണ്ടും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഊരിയ വിട്ടതെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തലൊന്നുമില്ല, പോന്ന പോക്കിനങ്ങ് പോവുക. ഇന്ന് രാത്രി ഈ യോഗത്തിനകത്തിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തണം. നിങ്ങൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണൊന്ന് തുറന്ന് ആത്മാവിൽ ശ്രദ്ധിച്ചേ. ഈ അത്തി നിൽക്കുന്ന പൊസിഷൻ കണ്ടോ? ഈ അത്തി മുന്തിരിത്തോട്ടത്തിനകത്ത് നിൽക്കുകയാണ്. സുരക്ഷിതത്വമാണ് ഈ മുന്തിരിത്തോട്ടത്തിനകത്തെ നില. നിന്റെ ജീവനെ തകർക്കാൻ എത്രയോ അനർത്ഥങ്ങൾ 2019 ചങ്കിന് നേരെ വന്നു. എത്രയോ അപകടങ്ങൾ നിന്റെ കൺമുൻപിൽ ഉയർന്നു. അവിടെ ഒന്നും നിന്നെ വിട്ടുകൊടുക്കാതെ പരിപാലിച്ച ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിഞ്ഞാൽ നിനക്ക് കൈകെട്ടി വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. പ്രാപിച്ച ദൈവകൃപയോടെ ശബ്ദമുയർത്തി പറയും, നന്ദി കർത്താവേ എന്ന്.
ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എത്ര ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും? എത്ര കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു സംഭവം പറയാം. ഞാൻ ഇന്നേക്ക് ചേർന്ന ആളുകൾക്ക് പുറകിൽ ഏതാണ്ട് 60ാമത്തെ രാത്രിയിൽ സുവിശേഷ യോഗത്തിൽ കണ്ടിന്യൂസ് ആയി പ്രസംഗിച്ചു വരികയാണ്. ഇന്ന് 60ാം രാത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ. മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് IPCയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് ക്രമീകരണങ്ങളിലൊക്കെ യാത്രയാകാൻ ഞാൻ രാവിലെ ഒരുങ്ങുന്നതിന് മുൻപ് എൻ്റെ വീട് വരെ ചെന്ന് ഒരു 5-6 കിലോമീറ്റർ പാഴ്സണേജിൽ നിന്ന് അകലമുണ്ട്. ചെന്ന് വിവരങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷം പോരുവാൻ വേണ്ടി ബൈക്കിൽ യാത്ര ചെയ്യുന്നു. ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്തുകൂടെ ഇതാ പാഞ്ഞ് ഒരു ലോറി അടുത്ത് വരുന്നു. ഞാൻ സൈഡ് വഴി അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ ലോറിയുടെ മുകളിൽ വാരിയിട്ടിരിക്കുന്ന തടിക്കഷണങ്ങളിൽ ഒന്ന് കൂട് കെട്ടുപൊട്ടി ഒരു തടിക്കഷണം എൻ്റെ നെറ്റിക്ക് നേരെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ചങ്കിടിച്ചു പോയി. പക്ഷെ സെക്കൻഡ് കൊണ്ട് ആ തടിക്കഷണം ഒഴിഞ്ഞുപോയി. സ്തോത്രം. തൊട്ടില്ല എന്ന മട്ടിൽ, തലയെ തൊട്ടില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞുപോയി. എന്നെ ആലല പോലെ വറയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. ദൈവം അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ചു. കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്തിനേറെ ഞാൻ അവിടെ ബൈക്ക് ചവിട്ടിയിട്ട് നേരെ എൻ്റെ വൈഫിനെ വിളിച്ചു. അവൾ പറഞ്ഞു, അച്ഛാ, ഒരു 10 മിനിറ്റ് മുൻപ് മുണ്ടക്കയം പൈക സ്വദേശിയായ ഒരു കർത്തൃദാസൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം തലേ രാത്രിയിൽ ഗാഢമായി ഉറങ്ങുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞ് ഒരു ദർശനം കണ്ടു. റാന്നിയിൽ പാസ്റ്റർ വർഗീസ് എബ്രഹാമിനെ തകർത്ത് കളയേണ്ടതിന് രാവിലെ 10 മണിക്ക് ഒരു അനർത്ഥമുയരുന്നു. നീ അവിടെ ചെന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം. എൻ്റെ കരം അനർത്ഥത്തെ ഒഴിവാക്കാൻ പോകുകയാണ്. ഞാൻ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോട് പറയട്ടെ, നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ നിനക്ക് നേരെ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം ദൈവം നിന്റെ നാവിൽ പകർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉറക്കം നഷ്ടപ്പെടുത്തി ദൈവാത്മാവ് തട്ടി ഉണർത്തുന്നത് നിന്റെ ചില അപകടങ്ങളെ ഒഴിവാക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ രാവിലെ വന്ന് ഫെയ്ത്തോമിൻ്റെ എൻട്രൻസിൽ കൊട്ടി അകത്തോട്ട് കയറി വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് അന്യഭാഷ പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ ആ അനർത്ഥത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദൂത് ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ പറപ്പേ, നിന്റെ ജീവന് നേരെ ഉയർന്ന നിരവധി പോരാട്ടങ്ങൾ നിന്റെ ജീവനെ തൊടാൻ ചങ്കോടടുത്തതാണ്. എന്നാൽ 2019 ദിനങ്ങളിൽ നിനക്ക് കല്ലറയുടെ അവസ്ഥകൾ ഒരുക്കാതെ എൻ്റെ ദൈവം ഒഴിച്ചു മാറ്റിയത് നിന്റെ കരുത്ത് കൊണ്ടല്ല, മഹാദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി ഇവിടുന്ന് ആത്മാവിൽ പറയണം, എൻ്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയോർത്ത് ഞാൻ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇത് സാധാരണ അത്തിയല്ല. ഈ അത്തി സാധാരണ അത്തിയല്ല. ഇത് പദവി നൽകി ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന അത്തി. ഇത് മുന്തിരി തോട്ടത്തിൽ നട്ടു വളർത്തിയിരിക്കുന്ന അത്തി. ഇനിയും ഇതിനൊരു ഉടമസ്ഥനുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പദവിയുണ്ട്, ഇതിന് ഒരു സ്ഥാനമുണ്ട്, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ചോദിക്കാനും പറയാനും ആളില്ലാത്ത അഗതികളുടെ സംഘമല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഉടമസ്ഥന്റെ കരം നിന്റെ ജീവന്റെ പുറകിലുണ്ട്. പൈശാചിക ശക്തികൾ എത്ര പ്രബലമായി നിന്റെ വാഗ്ദത്വത്തിനെതിരെ പണമുയർത്തിയാലും അത് നിന്റെ ജീവനെ തൊടാതിരിക്കത്തക്ക വിധം കരുതുന്ന കരുതലിന്റെ മതിൽക്കെട്ടുകൾ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഞാൻ എൻ്റെ മേൽ വ്യാപരിക്കുന്ന അസാധാരണ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നു. ഇത് ഒരു സാധാരണ തലമല്ല, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. ഇനിയും ദൈവത്തിന് സ്തോത്രം. പക്ഷേ അടുത്ത രംഗത്തേക്ക് പോകുമ്പോൾ 6ാമത്തെ വാക്യത്തിൽ, അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. 3 സംവത്സരമായി ഞാൻ അത്തിയിൽ ഫലം തിരയുന്നു. ശ്രദ്ധിക്കുക, ഈ അത്തി എന്തിനാണ് ഇവിടെ നട്ടിരിക്കുന്നത്? ഇല കാണിച്ച് കളിപ്പിക്കാനല്ല നട്ടിരിക്കുന്നത്. പ്രത്യുൽപാദനത്തിൻ്റെ വിത്തുൽപാദിപ്പിക്കുവാനായിട്ടാണ് ഈ അത്തിയെ നട്ടിരിക്കുന്നത്. സ്തോത്രം. ചക്ക എന്ന് പറയുന്നത് പ്ലാവിൻ്റെ പ്രത്യുൽപാദനത്തിൻ്റെ വിത്ത. മാങ്ങ എന്ന് പറയുന്നത് മാവിൻ്റെ പ്രത്യുൽപാദനത്തിൻ്റെ വിത്ത.
നെൽകൃഷിയിൽ നെല്ലുയരുമ്പോൾ അത് അടുത്ത പ്രത്യുൽപാദനത്തിന്റെ വിത്ത. രക്ഷിക്കപ്പെട്ട നിന്നെ ദൈവം ആക്കിയത് അനേകരെ രക്ഷയിലേക്ക് നയിക്കാൻ, പ്രത്യുൽപാദനത്തിന് വിത്ത് ഉൽപ്പാദിപ്പിക്കാനാ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഫലം കായ്ക്കാൻ ആക്കി വെച്ചതാ. പക്ഷേ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ ഇതിന് 3 വർഷമായി ഫലമില്ല. ഉടനെ ഉടമസ്ഥന്റെ അധരത്തിൽ നിന്ന് ഒരു ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെ ശബ്ദമുയരുന്നു, വെട്ടിക്കളക. എന്തിന് ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നു? സ്തോത്രം. അപ്പോൾ ഇടയിലേക്ക് കയറി ഒരു തോട്ടക്കാരൻ ഇടപെടുകയാണ്. അരുത് കർത്താവേ, അരുത്. 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഇനിയും ഞാൻ നിന്നോട് സേവനം ചെയ്യാൻ കർത്താവേ, ഞാനതിന് കിളച്ചു വളമിടാം. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലേ, നീ പുറകോട്ട് തിരിഞ്ഞെന്നോർത്തേ. നിന്റെ കഴിഞ്ഞുപോയ ആയുസിൻ്റെ ദിനങ്ങളിൽ ദൈവം കിളച്ചു വളമിട്ടത് ഓർത്താൽ നിനക്ക് മൗനമായിട്ടിരിക്കാൻ കഴിയുമോ? സ്തോത്രം. ആ ബയോപ്സി റിപ്പോർട്ട് നിന്റെ ജീവനെ തകർക്കാഞ്ഞത്, ആ ക്യാൻസർ രോഗം നിന്റെ ആയുസിനെ എടുത്തു കളയാഞ്ഞത്, ആ ഹാർട്ട് അറ്റാക്ക് നിനക്ക് കല്ലറ ഒരുക്കാഞ്ഞത്, ആ ആക്സിഡന്റ് നിന്റെ കുടുംബത്തെ കെട്ടോടെ മുടിക്കാഞ്ഞത്, നിന്റെ ചങ്കിന് നേരെ ഇറങ്ങി വന്ന് അനർത്ഥത്തെ ദൈവം ഒഴിവാക്കി വിട്ടത്, ഓരോന്നും ഈ രാത്രി ഇവിടെ ഇരുന്ന വിശ്വാസത്തോടെ ഓർക്കുന്ന ദൈവമക്കൾക്ക് കൈകെട്ടി വാപൂട്ടി ഇരിക്കാൻ കഴിയുകയില്ല. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ച് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ ചില വൻക്രിയകൾ ചെയ്യുന്ന രാത്രിയാണ്. നിന്റെ വാഗ്ദത്തത്തെ തകർത്ത് കളയുവാൻ, നിന്റെ ആരോഗ്യത്തെ ബന്ധിക്കുവാൻ, നിന്റെ തലമുറയെ കുട്ടിച്ചോറാക്കുവാൻ, നിന്റെ ദാമ്പത്യത്തെ പരാജയപ്പെടുത്താൻ, നിന്റെ ശരീരത്തിന്മേൽ മാരക രോഗം ഉയർത്താൻ, നീ ഇന്ന് രാത്രി നടന്നു വന്ന കാലുകൾ തളർത്തിക്കളയാൻ, നിന്റെ സ്പൈനൽ കോഡ് ബലഹീനമാക്കാൻ, ഒരു വിറക് കഷണം പോലെ നിന്നെ കട്ടിൽ കിടത്തി കളയത്തക്ക വിധം വാദിച്ച ഇരുളിന്റെ അധികാരങ്ങൾ നിനക്കെതിരെ പോരാടിയെങ്കിലും നിനക്ക് ഫലം കായ്ക്കാൻ അനുകൂലമായ സാധ്യതകൾ ഒരുക്കിക്കൊണ്ട് സർവശക്തൻ നിനക്ക് കിളച്ചു വളമിട്ടത് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുക. ആ ഹാർട്ടിന്റെ ബലഹീനത നെഞ്ചുവേദനയായി ഉയർന്നപ്പോൾ അത് നിന്റെ ജീവനെ എടുത്തു കളയാഞ്ഞത് അവിടുന്ന് കിളച്ചു വളമിട്ടതാണ്, കിളച്ചു വളമിട്ടതാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ ബ്രെയിൻ അറ്റാക്ക് പാരലൈസായി മാറി നിന്റെ ശരീരത്തെ തളർത്തി കളയാഞ്ഞത് അവിടുന്ന് കിളച്ചു വളമിട്ടതാണ്. അനർത്ഥം നിന്റെ കണ്ണിന് മുൻപിൽ വന്നപ്പോൾ ആക്സിഡന്റിൽ നിന്ന് ദൈവം നിന്നെ പിടിച്ചു മാറ്റിയത് അവൻ നിനക്ക് കിളച്ചു വളമിട്ടതാണ്. ചില മാരക രോഗങ്ങൾ നിന്റെ ആന്തരിക അവയവങ്ങളെ ആക്രമിച്ചപ്പോൾ അത് നിന്റെ ജീവനെ എടുത്തു കളയാഞ്ഞത്, ആ ഡയാലിസിസിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ അനുവദിക്കാഞ്ഞത് എൻ്റെ ദൈവം കിളച്ചു വളമിട്ടതാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇത് സാധാരണ വ്യാപാരമല്ല, അസാധാരണ ദൈവശക്തി എന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് മുൻപിൽ ഞാൻ പറയുന്നു, എന്നെ കിളച്ചു വളമിടുകയായിരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. എന്നെ കിളച്ചു വളമിടുകയായിരുന്നു. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, MBBS പഠിക്കാൻ ഒരു വിദ്യാർത്ഥിയെ നിയോഗിച്ചാൽ അവൻ സാധാരണ എങ്ങനെയുള്ള ആളായിരിക്കും? 10ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റയാൾ ഞാൻ ആരെങ്കിലും MBBS വിടുവോ? വിടത്തില്ല. സ്തോത്രം. പിന്നെ ആരെയാ MBBS പഠിക്കാൻ വിടുന്നേ? നല്ല നിലയിൽ SSLC പാസ്സായ കുഞ്ഞുങ്ങളെ. സാമാന്യ തലയല്ല, അസാധാരണ തല. ഇനി അസാധാരണ തലയുള്ള ഒരു കുട്ടിയെ MBBS വിടാൻ മാതാപിതാക്കളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചാൽ എൻട്രൻസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൻ്റെ എത്രാമത്തെ ഭാഗത്ത് കിട്ടും അതനുസരിച്ചിരിക്കും അഡ്മിഷൻ. അങ്ങനെയാണെങ്കിൽ അത് ഇച്ചിരി കടുകട്ടിയ. അതും കഴിഞ്ഞ് MBBS പഠനം 5 കൊല്ലം അങ്ങ് കഴിഞ്ഞെന്നിരിക്കട്ടെ. 5 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിയാൽ ഇവൻ എന്നാ പഠിച്ചെന്നായി പറയുന്നേ? 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ ഈ മനുഷ്യനെ കുറിച്ച് മൊത്തം ഒന്ന് പഠിച്ചു. അല്ലാതെ ഓരോന്നും പഠിച്ചിട്ടില്ലല്ലോ, പൊതുവെ ഒന്ന് പഠിച്ചു. അതിനുശേഷം ഓരോ ഭാഗത്തെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ കാർഡിയോളജിസ്റ്റ്, സ്കിന്നിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ്, ആന്തരിക അവയവങ്ങളെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, ENT കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ ENT സ്പെഷ്യലിസ്റ്റ് അല്ലേ? അങ്ങനെ ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് അതതിൻ്റെ ഡോക്ടർമാരാകും. ഞാൻ ഇന്ന് രാത്രി ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. 5 വർഷം കൊണ്ട് MBBS കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഹാർട്ടിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് കാർഡിയോളജിസ്റ്റായി.
സ്കിന്നിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് സ്കിൻ സ്പെഷ്യലിസ്റ്റായി. ENT കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ENT സ്പെഷ്യലിസ്റ്റായി. ബോർഡിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ബോൺ സ്പെഷ്യലിസ്റ്റായി. ഇങ്ങനെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ഒറ്റ ഡോക്ടറെ കാണിച്ചു തരാമോ? ഒറ്റ ഡോക്ടറെ കാണിച്ചു തരാമോ? കണഞ്ഞാങ്കുടുക്ക പോലുള്ള ഈ തല കൊണ്ട് ഈ കൊച്ചു ജീവിയുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പഠിച്ചു തീർക്കാൻ ഒരായുസ് കൊണ്ട് കഴിയത്തില്ലെങ്കിൽ ഇതിനെ മണ്ണിൽ മെനഞ്ഞ മഹാദൈവത്തിന്റെ പരമബുദ്ധി ഒന്ന് ഓർത്താൽ ഇവിടെ ഇരിക്കുന്ന നിനക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയുകയില്ല. ഇവിടുന്ന് ആരാധിക്കുന്ന നീ വിളിച്ചു പറയും, എൻ്റെ ദൈവത്തിന്റെ കരുതൽ എത്ര വലുത്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ശ്രദ്ധിക്കണേ. 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനും നിറഞ്ഞതാണ് തലച്ചോറെന്ന 1.5 കിലോ ഭാരമുള്ള ചെറുലോകം. 25,000 നാഡീകോശങ്ങൾ, 15,000 ഇന്നർ ക്രോസ് കണക്ഷൻ, 1.5 കിലോ ഭാരമുള്ള ഒരു ബോർഡിൽ സെറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഇലക്ട്രീഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? സ്തോത്രം. ഇനിയും ഈ തലയുടെ സിസ്റ്റങ്ങൾ മാത്രം പ്രവർത്തിക്കത്തക്ക വിധം സങ്കീർണമായ ഒരു കമ്പ്യൂട്ടർ ക്രമീകരിച്ചു വയ്ക്കണമെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ വെള്ളം മൊത്തം ഉപയോഗിച്ചെങ്കിലേ ആ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. അത്രമാത്രം ബൃഹത്താണ് ഇതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇതിനെ സംവിധാനം ചെയ്ത മഹാദൈവത്തിന്റെ കരവൈദഗ്ധ്യം ഓർത്താൽ പ്രാർത്ഥിക്കുന്ന എനിക്കും നിനക്കും മൗനമായിരിക്കാൻ പറ്റില്ല. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ആ തലച്ചോറിന്റെ ഓടിയൊഴുകുന്ന ചെറിയ രക്തധമനികൾക്കകത്ത് അല്ലെങ്കിൽ ചെറിയ നേർവുകൾക്കകത്ത് ഒരു ക്ലോട്ടിങ് വീണിരുന്നെങ്കിൽ പാസ്റ്ററേ എന്ന് മൊത്തം പറയാനിടയാകാതെ പാഷറേ എന്ന് മാത്രം വായിൽ കൂടെ തുപ്പല് തെറിക്കത്തക്ക വിധത്തിൽ പറഞ്ഞ് മൂക്കിലും വായിലും കൂടെ ഈളയും തുപ്പൽ ഒലിപ്പിച്ച് നീ ഒരു വിറക് കഷണം പോലെ കട്ടിലേക്ക് ഇടന്നേനേമല്ലോ. എന്നാൽ കൃപയാൽ നിന്റെ ജീവന് നേരെ വന്ന അനർത്ഥങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവൻ 1 വർഷം കൂടെ ജീവിക്കാൻ ഭാഗ്യം തന്നിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, അവൻ നിനക്ക് കിളച്ചു വളമിട്ടതാണെന്ന് ഇന്ന് രാത്രി ഈ ഒടുവിലത്തെ ദിവസങ്ങളിൽ ചിന്തിക്കാൻ കണ്ണ് തുറന്നിട്ടുള്ള ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി വാ തുറന്ന് വലങ്കരം ഉയർത്തിക്കൊണ്ട് പറയണം, നീ എനിക്ക് കിളച്ചു വളമിട്ടതാ, നീ എനിക്ക് കിളച്ചു വളമിട്ടതാ. ഇന്ന് രാത്രി ഇവിടെ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസറയുടെ ശക്തിയേക്കാൾ ഈന്തലിന്റെ ചുവട്ടിലിരുന്ന് കരയുന്ന ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിന്റെ കുതിര കാലുകളെ മുറിച്ചു കളയാൻ എൻ്റെ ദൈവത്തിന്റെ ദൂതവ്യൂഹങ്ങൾ എഴുന്നേറ്റത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ രാത്രി നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചിലതിനെ വെട്ടിമാറ്റിക്കൊണ്ട് നിന്റെ ജീവന് കിളച്ച് വളമിട്ട ദൈവത്തിന്റെ കരം ഇതിനെ പുറകിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇതൊരു സാധാരണ വൃക്ഷമല്ല, ഇത് പദവിയുള്ള വൃക്ഷമാണ്, ഇതിന് സ്ഥാനമുള്ള വൃക്ഷമാണ്, ഇത് ഉടമസ്ഥനുള്ള വൃക്ഷമാണ്, ഇത് ഉത്തരവാദിത്തമുള്ള വൃക്ഷമാണ്. പക്ഷേ ഈ വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല. ഈ വിഷയം നിങ്ങൾ ഗൗരവമായി തിരിച്ചറിയണം. ഈ വൃക്ഷത്തിന് ഒരായുസ് അനുവദിച്ചു. ആയുസ് അനുവദിച്ചത് എത്ര എന്നറിയാമോ? 1 വർഷം. ഞാൻ ഈ പറയുന്ന എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? 1 കൊല്ലത്തിനുള്ളിൽ ഫലം കായ്ച്ചില്ലെങ്കിൽ പുറകിൽ കോടാലി വരുന്നുണ്ട്. സ്തോത്രം. ഈ ദൂത് ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിനക്കെതിരെ കോടാലി ഉയരാതിരിക്കേണ്ടതിന് കഴിഞ്ഞ വർഷത്തെ ഫലം പരിശോധിക്കുന്ന രാത്രിയായി രാത്രി തീരുന്ന രാത്രിയാകണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, സ്വർഗം ഇതിന് മീതത്തിരതെ നിഴൽ മൂടി നിൽക്കുകയാണ്. ഈ സ്റ്റേജിലായിരിക്കുന്ന കർത്തൃദാസന്മാരും ഈ വേദിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനവും ഒരുപോലെ പ്രാർത്ഥന നിരതരായിരിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് വിളിച്ചു പറയുന്നു, ചില കണ്ണുനീരിന്റെ നിലവിളികൾ ഈ രാത്രി ഇവിടെ ഉയരുമെങ്കിൽ ചില അനർത്ഥങ്ങളുടെ കോടാലികളെ ഒഴിവാക്കാൻ ദൈവകരം ചലിക്കുന്ന രാത്രിയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു പ്രസംഗം കേട്ട് ചിരിക്കാനോ സന്തോഷിക്കാനോ അല്ല, ഈ സന്ദേശം കേട്ട് നിലവിളിക്കാൻ തയ്യാറാകട്ടെ. ഫലം കായ്ക്കാൻ സജ്ജമല്ലെങ്കിൽ കോടാലി ഉറപ്പെന്ന ദൈവത്തിന് ആത്മാവ് പറയുന്നു, അതിന് മുൻപിൽ നിലവിളിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ കാര്യം നിങ്ങൾക്ക് ഏകാഗ്രതയോടെ മനസ്സിലാക്കണം. നിങ്ങൾ അകത്തോട്ട് ഒന്ന് കയറണം. ഈ ടെലഫോൺ പ്രചാരത്തിന് വരുന്നതിന് ഇന്ന് ടെലഫോൺ വ്യാപകമാണ്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമാണ്. ഇങ്ങനെയൊക്കെ ഇത് വ്യാപകമാകുന്നതിന് 100 കൊല്ലം പുറകിൽ
1900-ത്തിനടുത്ത് ഇതൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇവിടെ കഴക്കൂട്ടത്തുള്ള ഒരു STD ബൂത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ. ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കുക. ഈ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്ന STD ബൂത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ഇതാ ഒരുത്തനകത്തോട്ട് വന്ന് കയറി പുട്ടുകുറ്റി പോലൊരു സാധനം എടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. സ്തോത്രം. എന്നിട്ട് ഒരു മാറ്റവുമില്ലാതെ അനങ്ങാതെ കുറച്ചു നേരം നിന്നു. പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ചെവിയോട് ചേർത്ത് വെക്കുന്നു, അനങ്ങാ നിൽക്കുന്നു. ഇയാൾ ഇറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞ് അല്പ മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരുത്തൻ കയറി വന്നു. അവൻ ഈ സാധനം എടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. അവൻ എന്തൊക്കെയോ താഴെ ചെയ്തു. അപ്പോഴൊക്കെ ഇവൻ്റെ മുഖത്തങ്ങ് ഭാവമാറ്റം വെളിപ്പെടുകയാണ്. ഇയാളുടെ മുഖത്ത് സ്നേഹം, ഇയാളുടെ മുഖത്ത് കോപം, ഇയാളുടെ മുഖത്ത് ചിരി, ഇയാളുടെ മുഖത്ത് അത്ഭുതം ഒക്കെ ഇയാൾ മാറ്റം ഇങ്ങനെ മുഖത്ത് കാണുക. ഇയാൾ ചിരിക്കുന്നു, ഇയാൾ വർത്തമാനം പറയുന്നു, ഇയാൾ ആരോടൊന്നില്ലാത്ത പരിഹസിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പം മറ്റേ പുള്ളി ഇങ്ങനെ ചിന്തിക്കുക, ഏതാ ഈ 100 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഉയർത്തെഴുന്നേറ്റ് വന്നയാൾ ഇങ്ങനെ ചിന്തിക്കുക, ആദ്യം കയറി വന്ന പുള്ളിക്കായിരുന്നു സോക്കേട് ഇല്ലാഞ്ഞത്. അയാൾ ക്ലിയർ ആയിരുന്നു, നല്ല ബുദ്ധിയുള്ള മനുഷ്യന്, അനങ്ങാതെ അവിടെ നിന്നിച്ചു പോയി. രണ്ടാമത് കയറി വന്ന പാർട്ടിക്കുണ്ടല്ലോ, അയാൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഒരു സാധനം എടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ചിരിക്കുകയും അത്ഭുതപ്പെടുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇയാളെ വല്ല മാനസിക രോഗ ആശുപത്രിയിലും ചികിത്സിക്കുന്നത് നല്ലത് എന്ന് ചിന്തിച്ചെന്നിരിക്കട്ടെ. രണ്ടുപേരെയും വിളിച്ചെന്ന് ചോദിക്കണം. ആദ്യത്തെ കയറിയോട് ചോദിച്ചാൽ എന്നെ അനങ്ങാ നിന്നിച്ചു പോയത്. പുള്ളി പറഞ്ഞു എത്ര ഡയൽ ചെയ്തിട്ട് ലൈൻ കിട്ടിയില്ല. രണ്ടാമത് കയറി വന്നോണ്ട് ചോദിക്കണം എന്താ ഇത്ര ഭാവമാറ്റം. അവൻ പറയും 1 ഡയൽ ചെയ്തപ്പോഴേ ലൈൻ കിട്ടി. ഈ യോഗത്തിനകത്ത് ചിലർ അനങ്ങാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ലൈൻ കിട്ടാതിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ലൈൻ കിട്ടിയ ചില ദൈവമക്കളുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം. ഇടത്തും വലത്തും ഇരിക്കുന്നവർ കുലുക്കി പുളിക്കുകയോ ഒന്നും വേണ്ട. അവർക്ക് ഉറക്കച്ചടവ് വ്യാപരിക്കുകയില്ല. അറിയാതെ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇരിക്കുന്നത് യോഗത്തിനകത്താണെങ്കിലും ദൈവസാന്നിധ്യത്തിന്റെ ലൈൻ കിട്ടിയ ദൈവമക്കൾ സ്തോത്രത്തോടെ പ്രതികരിക്കും. ശ്രദ്ധിക്കണേ. ഈ രാത്രി നിങ്ങൾ നോക്കുക, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക ഭാഗത്തിനൊരു പ്രത്യേക ഭാഗ ചരിത്രപരമായ ഒരു അർത്ഥമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ഈ കാലഘട്ടത്തെ വിവേചിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു, ഈ യഹൂദന്മാർ. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 54-ാമത് വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്നൊന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. വായിച്ചാൽ പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോ പെരുമഴ വരുന്നത് നിങ്ങൾക്കറിയാം. ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കാണുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. അടുത്ത വാചകം, കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക എന്ന് പറഞ്ഞ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നെന്ന് പറയാൻ നിങ്ങൾക്കറിയാം. കാലാവസ്ഥയുടെ കാറ്റ് കണ്ടാൽ അത്യുഷ്ണം തിരിച്ചറിയാൻ നിങ്ങൾക്കറിയാം. എന്നാൽ കാലത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഇത് പ്രവാചകന്മാർ പ്രവചിച്ച ഒരു മഹാകാലമാണ്. പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ ഓമനകുമാരൻ മനുഷ്യവേഷമെടുത്ത് നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന സമയം, സ്വർഗം ഭൂമിയെ തൊട്ടു നിൽക്കുന്ന ഈ സമയം, ഇത് തിരിച്ചറിയാൻ നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടില്ല. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആ കാലത്തെ വിവേചിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ. അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ സെമിത്തേരിയിലേക്ക് എടുക്കേണ്ട ഒരു ഡെഡ് ബോഡിയിൽ നിന്നും പറന്നകുന്ന പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ ശരീരത്തിലേക്ക് മടക്കി വരുത്താൻ കഴിവുള്ള നസ്രായൻ അവൻ ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച തിരിച്ചറിയാൻ അവർക്ക് കഴിയാതിരുന്നത് പോലെ എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ പരാജയപ്പെട്ടിരിക്കുന്നു കാലത്തെ വിവേചിക്കാൻ. ഇനി ഈ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 2 സംഭവം യേശുവിന്റെ അടുക്കൽ ചില ആളുകൾ വന്ന് പറഞ്ഞു. നീ അറിഞ്ഞോ? എന്തറിഞ്ഞോന്നാ? യെരുശലേമിൽ ദേവാലയത്തിൽ ആരാധിക്കാൻ വന്ന ചില പ്രിയപ്പെട്ടവരുടെ ബ്ലഡ് പീലാത്തോസ് യാഗപീഠത്തിൽ കലർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്ര പശ്ചാത്തലം ഗ്രഹിക്കണം.
പീലാത്തോസിന്റെ ഭരണത്തിനെതിരെ ഗലീലയിൽ ഒരുപറ്റം ആളുകൾ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടു. ആ പ്രക്ഷോഭകാരികൾ യെരൂശലേം ദൈവാലയത്തിൽ ആരാധനയ്ക്ക് എത്തിയിട്ടുണ്ട് എന്ന് പീലാത്തോസ് അറിഞ്ഞു. ഉടൻ തന്നെ പീലാത്തോസ് സൈന്യത്തെ നിയോഗിക്കുകയും പീലാത്തോസ് സൈന്യത്തെ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ദേവാലയത്തിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. ആ കൊല ചെയ്യപ്പെട്ടവരുടെ ചോര യാഗപീഠത്തിൽ ഒഴുകി. ആ കൊല ചെയ്യപ്പെട്ടവരുടെ ചോര യാഗപീഠത്തിൽ ഒഴുകിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ദേവാലയത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ അസാധാരണ മരണം കണ്ടിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഒരനർത്ഥം ഒരിടത്ത് സംഭവിച്ചപ്പോൾ നിങ്ങൾ സുരക്ഷിതരായിരുന്നത് നിങ്ങൾ സോഫ്റ്റ് കോർണറിലാണെന്ന് വിചാരിക്കരുത്. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഒരിടത്തൊരു അനർത്ഥം ഉണ്ടായതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കരുത്. അനർത്ഥത്തിന് പുറകെ സാധ്യതയുണ്ട്. അത് വിവേചിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ മാനസാന്തരത്തിലേക്ക് ഉയരണം. അടുത്ത രംഗം കർത്താവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ അറിഞ്ഞോ, സിയോൻ മലയുടെ അടിവാരത്തിലെ പ്രസിദ്ധമായ ശീലോഹാം കുളം, അതിൻ്റെ 2 ജലവീഥികൾ, നേരെ യെരൂശലേമിലെ ജലപ്രവാഹത്തിന് ഉപയോഗിക്കുന്ന 2 ജലവീഥികൾ, അവിടെ രാജകീയമായ ഒരു മനോഹരമായ ഉദ്യാനം, അതിൻ്റെ പ്രവേശന കവാടത്തെങ്കിൽ രാജകീയമായ ഒരു ആർച്ച്, ഒരു ഗോപുരം പണി നടന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഈ ഗോപുരം ഇടിഞ്ഞു വീണ് പണിയിലേർപ്പെട്ടവരും അടുത്തു നിന്നവരുമായി 18 പേർ മരിച്ചു. ഈ മരണവാർത്ത എത്തിയപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മറ്റുള്ളവരെക്കാൾ മുഴുവൻ അവർ പാപികളായതുകൊണ്ടാ ഈ അനർത്ഥം അവർക്ക് സംഭവിച്ചത്, നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധി കൂടുതൽ കൊണ്ടാണെന്ന് ചിന്തിച്ചിരിക്കുന്നു. അരുത്, അങ്ങനെ ചിന്തിക്കരുത്. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അനർത്ഥം നിങ്ങളുടെ കൺമുമ്പിൽ വരുവാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി പുൾപിറ്റിൽ മുഴങ്ങുന്ന ദൈവദൂതന് ചെവി കൊടുക്കാൻ ചില വ്യക്തികളുടെ കാത് തുറന്നിരുന്നെങ്കിൽ എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ചിലയിടത്ത് നടക്കുന്ന സംഭവങ്ങളെ കണ്ടിട്ട് നീ ഇന്ന് രാത്രിയിൽ കണ്ണടച്ചുറങ്ങരുത്. നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല ചില അനർത്ഥങ്ങൾ നിന്നെ വിട്ടൊഴിഞ്ഞത്. മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ച കരുണയുടെ കാലം അവൻ നിനക്ക് മുൻപിൽ വെച്ചിരിക്കുകയാണ്. അത് തിരശ്ശീല വീഴുന്നതിന് മുൻപ് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. മാനസാന്തരത്തിനായി എൻ്റെ ജീവനെ ഞാൻ തിരുസന്നിധിയിൽ കൈമാറുകയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈ രാത്രി ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തിലെ വ്യക്തികളെ തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആത്മവ്യാപാരത്തിന്റെ ഒഴുക്കിന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികളുടെ മേൽ പിശാചി വെച്ചിരിക്കുന്ന കെട്ടുകളെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കാൻ തുടങ്ങുകയാണ്. ദൈവാത്മാവ് രാത്രി പറയുന്നു, അസാധാരണ ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരത്തിന് മുൻപിൽ നിന്റെ ജീവിതത്തെ നീ ഒരുക്കുന്ന രാത്രിയാകണം. നിന്റെ വാഗ്ദത്തത്തിനെതിരെ മാത്രമല്ല, നിന്നിൽ വെളിപ്പെടേണ്ട ദൈവിക ഫലങ്ങൾ പുറപ്പെടാതെ ഈ രാത്രിയിൽ ന്യായവിധിയുടെ അനർത്ഥങ്ങൾ ചിലത് നിന്റെ കുടുംബത്തിന് നേരെ പടമുയർത്തി വരാൻ തുടങ്ങുമ്പോൾ ഇന്ന് രാത്രി 2020 ദിവസങ്ങൾ നിന്റെ ഭവനത്തിന് നിലവിളിയുടെ ദിവസങ്ങളാകാതിരിക്കാൻ ഒരു മാനസാന്തരത്തിന്റെ കരച്ചിൽ ഉയരുന്ന രാത്രിയായി ദൈവാത്മാവ് രാത്രി വ്യക്തികളെ ക്ഷണിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നതോട് പറയാം, ഈ സുവിശേഷ യോഗം വെറുതെയല്ല. ചില വ്യക്തികൾക്ക് വരാൻ തുടങ്ങുന്ന അനർത്ഥത്തിന് മുൻപ് എൻ്റെ ദൈവം മാനസാന്തരത്തിന് അവസരമൊരുക്കുകയാണ്. ഒരു അനുഗ്രഹീതയായ സഹോദരി, ഒരു മോള് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അന്ന് രാവിലെ അപ്പൻ പാസ്റ്ററോട് പറഞ്ഞു, പപ്പ എനിക്ക് ഒരു ട്രാക്റ്റ് വേണം. എന്തിനാ മോളെ ട്രാക്റ്റ്? അത് ഒരാൾക്ക് കൊടുക്കാനാ. എന്ത് നിത്യതയെ കേന്ദ്രീകരിച്ച ട്രാക്റ്റ് വേണം. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആവശ്യത്തിന് മുൻപിൽ പപ്പ ഒരു ട്രാക്റ്റ് കൊടുത്തു. ആ ട്രാക്റ്റ് മടക്കി ബാഗിൽ വെച്ച് സ്കൂളിൽ പോയി. അന്ന് പകരം ആർക്കും കൊടുക്കാൻ തോന്നിയില്ല, കിട്ടിയില്ല അവസരം കൊടുക്കാൻ തക്കവണ്ണം. അവളന്ന് സ്കൂൾ ബസ്സിൽ വന്ന് വീടിൻ്റെ മുൻപിലത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്നു വരുമ്പോൾ ഒരു ഒലിപ്പതോട് ക്രോസ് ചെയ്താണ് വരുന്നത്. പെട്ടെന്ന് അവളുടെ ഓർമ്മ വന്നു, ട്രാക്റ്റ് ആർക്കും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അവൾ പെട്ടെന്ന് സ്കൂൾ ബാഗിൽ നിന്ന് ട്രാക്റ്റ് എടുത്തു. നോക്കിയപ്പം തൊട്ട് താഴെ ഒരു അച്ചായൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. അച്ചായ, ഈ ട്രാക്റ്റ് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഈ ട്രാക്റ്റ് ആ മനുഷ്യന് കൊടുത്തു. അയാൾ ആകമാനം ആ ട്രാക്റ്റ് ഒന്ന് നോക്കിയിട്ട്, നിന്റെ അപ്പനെ പോലെ നീ മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രാക്റ്റ് വലിച്ചു കീറി തോട്ടിലേക്ക് എറിഞ്ഞു. നിങ്ങൾക്കറിയാമോ, അന്ന് വൈകിട്ട് ആ മനുഷ്യൻ തിരിച്ച് വീട്ടിലെത്തിയില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാരുടെ മുൻപിൽ തൊട്ട് താഴത്തെ ആറ്റുകടവിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അന്വേഷിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായി, അതാ മനുഷ്യന്റെ ഡെഡ് ബോഡിയാ.
എങ്ങനെ ഇത് സംഭവിച്ചു? നന്നായി നീന്തൽ അറിയാവുന്ന ഈ മനുഷ്യൻ എങ്ങനെ മരിച്ചു? ആമേൻ. നിങ്ങൾക്കറിയാമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മനുഷ്യൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ബോധക്ഷയത്തിൽ കമിണ് വീണ് ഇയാൾ മരിക്കുകയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. അന്ന് രാവിലെ ട്രാക്റ്റ് ചോദിക്കാൻ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു പ്രേരണ ഉണ്ടായതിൻ്റെ പുറകിൽ സർവശക്തന്റെ കരുണയുടെ കാലങ്ങൾ ഉയരുകയായിരുന്നു. ഇന്ന് രാത്രി ദൂതിൽ ദൈവാത്മാവ് എനിക്ക് തരുന്ന നിയോഗം ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നു. നിനക്ക് നേരെയുള്ള കരുണയുടെ കാലങ്ങളെ 2019 ദിവസങ്ങൾ തീരുന്നതിന് മുൻപ് എൻ്റെ ദൈവം അനുവദിച്ചിരിക്കുന്നതിൻ്റെ ആലോചന ഈ പുൽപ്പിറ്റിൽ മുഴങ്ങുകയാണ്. ആ കോടാലി നിന്റെ കുടുംബത്തിന് നേരെ ഉയരുന്നതിന് മുൻപ് ഇന്ന് രാത്രി നിലവിളിച്ച് കരഞ്ഞിട്ട് പറയണം, കർത്താവേ, ഈ രാത്രി ഫലം കായ്ക്കാൻ ഞാൻ എന്നെ ഒരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. തോളിൽ കൈവച്ച് ദൈവത്തിന് ആത്മാവ് ചില വ്യക്തികൾക്ക് നേരെ ദൂത് പറയുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം 2020 ഡിസംബർ മാസത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ നീ എവിടെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ നിനക്ക് കഴിയില്ല. കൂടെപ്പറപ്പേ, നിന്റെ ചങ്കിന് നേരെ ചില അനർത്ഥങ്ങൾ വരുന്നു എന്ന് ദൈവത്തിന് ആത്മാവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിൽ അതിനെ മുറിച്ചു മാറ്റുവാൻ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ ആയുസ്സിന്റെ പൂർണ്ണതയ്ക്ക് മുൻപ് ജീവിതത്തിന് തിരശീല വീഴ്ത്തത്തക്ക വിധം സാത്താൻ ഒരുക്കുന്ന കണികളെ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ വെട്ടിമാറ്റാൻ ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ അഭിഷേകത്തിന്റെ ചൈതന്യം പകരുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, നാഥ, ഈ രാത്രി ഫലത്തിനായി ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടുക്കുകയാണ്. നമുക്കറിയാം, ശ്രദ്ധിക്കണേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിലത്തെ സമയം. ഈ ഗിരിപ്രഭാഷണം യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കലാണ്. കാലിൽ കിടന്ന ചെരുപ്പൂരി ചെന്നിക്ക് തല്ലിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഇന്ന് രാത്രി പറയട്ടെ, ഇതുവല്ലോ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തള്ളപ്പെടാൻ തുടങ്ങുന്നവരുടെ അവകാശവാദത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും. അന്തിമ വിധി ദിവസം തള്ളപ്പെടാൻ തുടങ്ങുന്നവരുടെ അവകാശവാദത്തിൽ തള്ളപ്പെടാൻ പോകുന്ന കൂട്ടരാരാണെന്ന് ചിന്തിച്ചാൽ കത്തോലിക്കരാണോ, യാക്കോബക്കാരാണോ, CSI ആണോ, CNI ആണോ, ഇവാഞ്ചലിക്കലാണോ, പത്യമാണോ, പെന്തിക്കോസ്താണോ, IPC ആണോ, ചർച്ച് ഓഫ് ഗോഡ് ആണോ, ഷാരോനാണോ, ദീപെന്തിക്കോസ് ആണോ, ഫ്രീ പെന്തിക്കോസ് ആണോ, കാൽവറി ആണോ, കല്ലുമലയാണോ എന്നൊന്നും തിരിച്ചു നോക്കണ്ട. ഒരു കാര്യം, കൃപാവരങ്ങളുടെ വിനിയോഗത്താൽ ശുശ്രൂഷകളിൽ പ്രയോജനപ്പെട്ടിട്ട് നിത്യതയിൽ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല, ഒരു വലിയ അനർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയുന്ന ദൈവമക്കളുടെ കണ്ണിന്ന് രാത്രി തുറക്കുന്ന രാത്രിയാകണം. ഗ്ലോറി, ഹല്ലേലൂയ. രാത്രി ശ്രദ്ധിക്കണേ, മലന്ന് കടന്ന് തുപ്പിയ മാറത്തെ വീഴൂ. അതുകൊണ്ട് പെന്തിക്കോസ്ത് പ്രസംഗ വേദികളിൽ പെന്തക്കോസ്തുകാരെ കുറ്റം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുകളിൽ കർത്താവ് പറഞ്ഞൊരു വാചകം, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഫലം ഇല്ലായിരുന്നു, ഇവർക്ക് വരം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വരം. എന്തുണ്ടായിരുന്നു? വരം ഉണ്ടായിരുന്നു. എന്തില്ലായിരുന്നു? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കർത്തൃദാസന്മാർ, ഇവിടെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിത കർത്തൃദാസൻ ഉൾപ്പെടെ നിങ്ങളൊക്കെ ചർച്ചുകളിൽ പ്രാർത്ഥനയും കൂടിവരവുകളും കൺവെൻഷനും ഒക്കെ നടത്തുന്നവരാ. നമ്മൾ യോഗത്തിന് ആൾക്കാരെ വിളിക്കുന്നത് വരം കണ്ടിട്ടാണോ ഫലം കണ്ടിട്ടാണോ? നമ്മൾ യോഗത്തിന് ആളിനെ വിളിക്കുന്നത് വരം കണ്ടിട്ടാണോ ഫലം കണ്ടിട്ടാണോ? വരം കണ്ടിട്ടാ. ഞാനിവിടെ ഇന്ന് രാത്രി നിൽക്കുമ്പോൾ ഇവിടെ വരം കണ്ടിട്ട് വിളിച്ചതാ. ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന വരം കണ്ടിട്ട് വിളിച്ചതാ. വരം കാണാൻ എത്ര നേരം വേണം? ഫലം കാണാൻ എത്ര നേരം വേണം? അരമണിക്കൂർ കൊണ്ട് ആളിൻ്റെ വരം അറിയാം. പക്ഷെ ഫലം അറിയണമെങ്കിൽ വീട്ടിൽ 2 ആഴ്ച താമസിപ്പിക്കണം. ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്നെ അറിയുന്ന പോലെ എന്നെ എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ആരും എങ്ങും കയറ്റുകയില്ലായിരുന്നെന്ന്. ചിലയിടത്തൊക്കെ കയറ്റി താമസിപ്പിച്ചാൽ മനസ്സിലാകും വരമേ ഉള്ളൂ, ഫലം ഒട്ടും ഇല്ലെന്ന്. ചിലരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പ്രത്യേകം തിരിച്ചറിയണം. വരം വെളിപ്പെടുത്തിയില്ലേ കോടാലി ഇല്ല, പക്ഷെ ഫലം വെളിപ്പെടുത്തിയില്ലേ കോടാലി ഉറപ്പാണ്.
ഈ ദൂത് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ വെളിപ്പെട്ടു വരുന്ന വിശേഷ ദൈവാഭിഷേകം ഈ തലമുറയിൽ വെളിപ്പെടാൻ നിന്നെ വിളിച്ചിരിക്കെ, നിന്നെ കൊണ്ടത് വെളിപ്പെടുത്താതെ ദൈവത്തിന്റെ കരുത്തിന് വേദന ഉളവാക്കത്തക്ക പ്രതികരണങ്ങളിലൂടെ ജീവിതത്തിൽ ഫലം വെളിപ്പെടുത്താതെ മുൻപോട്ട് പോയാൽ അതിനെതിരെ കോടാലിയുടെ വ്യാപാരം എതിരെ ഉയരുകയും നീ കൈപ്പോടെ കരയുകയും ചെയ്യാൻ അവസരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി യോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ മേൽ കോടാലി വരാതിരിക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നെന്ന് പറയാൻ എത്ര പേർ ഇവിടെ കരഞ്ഞു പ്രാർത്ഥിക്കും? നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ച് കരയുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു ദമ്പതികളുടെ ഏക മകൻ, 2.5 വയസ്സ് പ്രായം. ഈ കുഞ്ഞ് വീട്ടിൽ വന്ന് ബാങ്ക് ജീവനക്കാരാണ് അപ്പനും അമ്മയും. ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് കാല് തെറ്റി കുഞ്ഞ് നിലത്തേക്ക് വീണു. നെറ്റിയടിച്ച് കുഞ്ഞ് തൽക്ഷണം മരിച്ചു. ഈ അപ്പനും അമ്മയും ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. അടുത്ത ദിവസം വഴിയാമണ്ണം പോസ്റ്റ്മോർട്ടവും ശവമടക്കമൊക്കെ കഴിഞ്ഞു. സെമിട്രിയിൽ നിന്നും ആദ്യമായി വന്ന അംബാസഡർ കാറിന് നമ്മുടെ ഒരു സ്നേഹിതനോടൊപ്പം ഈ വീട്ടുകാരൻ, ഈ സഹോദരൻ, ഈ പിതാവ് മോർച്ചറിയിൽ, അതായത് സെമിട്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ വാതിൽ അങ്ങോട്ട് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരലർച്ചയോടെ, ദൈവമേ നീ ഇത്ര ക്രൂരനാണോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറിയിട്ട് ബെഡ്റൂമിൻ്റെ കതക് വലിച്ചങ്ങോട്ട് തുറന്ന് ഒരലർച്ചയോടെ കവിണ് വീണു. സ്തോത്രം. കരഞ്ഞ് ഉറങ്ങിപ്പോയി. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ: ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ യേശു എൻ്റെ കൺമുൻപിൽ വന്ന് നിൽക്കുന്നു. യേശു എന്നോട് പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ നിന്റെ ആയുസിൻ്റെ പുറകോട്ടൊന്ന് കൂട്ടിക്കൊണ്ടു പോകുകയാ. നിന്റെ 12ാമത്തെ വയസ്സിൽ ഒരു വീട്ടു പ്രാർത്ഥനയിൽ നീ യേശുവാകുന്ന എന്നെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഒരു മിഷനറിയാകാൻ നിന്നെ എൻ്റെ മുൻപിൽ സമർപ്പിച്ചു. 17, 18, 19 പ്രതിഷ്ഠയുടെ വഴിമാറി നീ യാത്ര ചെയ്തു. 23, 24 നീ ബാങ്ക് ജീവനക്കാരനാകാൻ പഠിച്ചു. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ എൻ്റെ കൈ നീ തട്ടി മാറ്റി. 26 ബാങ്ക് ജീവനക്കാരിയുടെ വിവാഹം നടന്നു. എൻ്റെ കൈ നീ അവിടെയും പിടിച്ചു മാറ്റി. ഇപ്പോൾ നിന്റെ ഏറ്റവും വിലയേറിയ പൈതലിനെ എൻ്റെ സന്നിധിയിലേക്ക് നേരത്തെ വിളിച്ചുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കൽ കൂടെ ആദ്യ പ്രതിഷ്ഠയിലേക്ക് വിളിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ദൂതി പുൾപിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്തൃ സന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങൾക്ക് വിപരീതമായി ജീവിതത്തിൽ സംഭവിച്ച ചുവടുവയ്പ്പുകൾ കണ്ടുകൊണ്ട് ജ്വലിക്കുന്ന ചില ദൃഷ്ടികൾ ഇവിടെ ചുറ്റിത്തിരിയുന്നു. 10,000-കണക്കിന് മീനോടുന്ന ഗലീല കടലിൽ ചതുർദ്രഹ്മപ്പണം കുടലിൽ കുരുങ്ങിയ അതെ ആ കണ്ണുകൾ, അത് കണ്ട കണ്ണ് ഇന്ന് രാത്രി കൺവെൻഷൻ എത്തിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കവിണ് വീണ് കരയാൻ കർത്താവ് രാത്രി വിളിക്കുകയാണ്. ഫലം പുറപ്പെടുവിക്കാത്ത അത്തിയോ, നിനക്ക് തൊട്ടുപുറകിൽ കോടാലിയുണ്ട്. നിലവിളിച്ച് കരയാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി യോഗം തീരുന്നതിന് മുൻപ് ശബ്ദം ഉയർത്തി കരഞ്ഞിട്ട് പറ, കർത്താവേ, എൻ്റെ ആയുസ്സ് ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് കർത്താവ് പറയുമ്പോ 4ാമത്തെ കൊല്ലം, 3 വർഷത്തെ ഫലം തിരയൽ കഴിഞ്ഞ് 4ാമത്തെ വർഷം ഈ അത്തിക്ക് നീട്ടിക്കൊടുത്തത് അവസാനത്തെ കൊല്ലമാണ്. പക്ഷേ 3.5 കൊല്ലം, 4ാം കൊല്ലം തികയുന്നതിന് മുൻപ് ഇത് പറഞ്ഞ തോട്ടക്കാരനെ അവർ കൊന്നു ക്രൂശിച്ചു. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ അത്തിയുടെ ചുവട്ടിൽ സർവശക്തന്റെ കോടാലി വീണു. ഇന്ന് രാത്രി ഞാനിത് കൊണ്ട് വിശദീകരിക്കാൻ സമയമെടുത്താൽ മണിക്കൂറുകൾ പറയേണ്ടി വരും. സ്തോത്രം. AD 70 ശ്രദ്ധിക്കൂ, ടൈറ്റസിന്റെ സൈന്യം യെരൂശലേമിലേക്ക് വന്നു. 13,56,000 അരിഞ്ഞു വീഴ്ത്തി. 13,56,000. അന്തോണിയ കോട്ട എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കോട്ടയ്ക്ക് മുൻപിൽ ജോസീഫസ് എന്ന എഴുത്തുകാരനോടൊപ്പം ടൈറ്റസ് സൈന്യ സമേതനായി നിൽക്കുമ്പോൾ ദേവാലയത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ദേവാലയം എൻ്റെ പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കി എനിക്ക് നിർത്തണം. പക്ഷേ ഒരു പടയാളി കയ്യിലൊരു അരക്ക് ബന്ധമെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. അത് മകുടക്കൂടിൽ ചെന്ന് പറന്നു പറ്റി. തീ കത്തുന്നത് കണ്ടുകൊണ്ട് പടയാളികളുടെ മധ്യത്തിൽ ടൈറ്റസ് പറഞ്ഞു, കെടുത്തു തീ, എൻ്റെ പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കി അതിനെ നിർത്തണം. സൈന്യങ്ങൾ തീ കെടുത്താൻ ദേവാലയത്തിലേക്ക് ഓടിക്കയറി. സൈന്യത്തിന്റെ മേൽ വിപ്ലവകാരികൾ ചാടി വീണു. നടന്ന യുദ്ധത്തിൽ 5000 പേരുടെ ശിരസറ്റ ജഡങ്ങൾ ദേവാലയത്തിന്റെ നടുത്തളത്തിൽ ഉരുണ്ടു.
നിങ്ങൾക്കറിയാമോ, കത്തിത്തീരുന്ന ദേവാലയത്തെ കണ്ടുകൊണ്ട് വസ്ത്രം വലിച്ചു കീറി മുട്ടിന്മേൽ നിന്നുകൊണ്ട് ടൈറ്റസ് പറഞ്ഞ വാക്കിങ്ങനെ, അയ്യോ ദൈവമേ, നശിപ്പിക്കരുതെന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാ ജയിച്ചത്. ഇന്ന് രാത്രി ഈ വചനം എഴുതി വെച്ചുകൊള്ളുക. ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എന്റെ ദൈവം ഇടിക്കാൻ കൈ ഉയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. എന്നാൽ എന്റെ ദൈവം പണിയാൻ കൈ ഉയർത്തിയാൽ ഇടിക്കാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. ഇതിനകത്ത് ശ്രദ്ധിച്ചേ, ആ വംശത്തിന്റെ ചുവട്ടിൽ കോടാലി വീണ ചരിത്രം. നമ്മുടെ കാലം ചാൻസലർ ഹിറ്റ്ലർ ജോലി തരാം, എൻട്രൻസിൽ പേർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അകത്ത് കയറ്റി. നടന്ന സംഭവം. ഒടുവിലത്തെ ആൾ കയറിക്കഴിഞ്ഞു. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആളുകൾ ബാത്റൂം അന്വേഷിച്ചു. ബാത്റൂം കണ്ടു. വാതിൽ തുറന്ന് അകത്ത് കയറി ടാപ്പ് പിടിച്ച് തുറന്നു. അപ്പോഴേക്കും ഒഴുകിയിറങ്ങിയത് വെള്ളമല്ല, ഗ്യാസ് ആയിരുന്നു. അകത്ത് വന്ന ആളുകൾ മുഴുവൻ മരിച്ചു വീണു. മരിച്ചു വീണത് കൂട്ട ഡെഡ് ബോഡികൾ വീണു. അത് കോൺഗർ ബെൽറ്റിലേക്കായിരുന്നു. ആ ബെൽറ്റോടെ നീങ്ങി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുട്ടകങ്ങളിലേക്ക് ബോഡി വീണു. ആ കാലിൽ കുത്തിക്കടത്തിയ സൂചിയിലൂടെ ചോരയുറ്റി ചണ്ടി കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം. പച്ചമാംസം കുതുകുത വെള്ളത്തിൽ കുത്തിത്തിളച്ച് ആ മാംസത്തിൽ നിന്ന് വെട്ടിയെടുത്ത നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞതിന് കണക്കിന് ഏറ്റുവാങ്ങുകയായിരുന്നു. ആ വംശത്തിന്റെ ചുവട്ടിൽ കോടാലി വീണു. ഈ ദൂതിന്ന് രാത്രി നിങ്ങൾ കേട്ടെഴുന്നേൽക്കുന്നതിന് മുൻപ് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ശബ്ദം ഉയർത്തി വാ തുറന്ന് പറഞ്ഞേ, എൻ്റെ മേൽ കോടാലി വീഴുന്ന വർഷമായി 2020 മാറരുത് കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കണ്ട. ദേശമേ, ദൈവത്തിന്റെ ദൂതിന്ന് രാത്രി ഇവിടെ നിങ്ങൾക്കായി മുഴങ്ങുന്ന രാത്രിയാണ്. ഇത് അസാധാരണ ദൈവ സാന്നിധ്യം മൂടി നിൽക്കുന്ന രാത്രി. നിലവിളിച്ച് കരയേണ്ടവർ നിലവിളിച്ച് കരയണ്ട, ഇടനെഞ്ച് പൊട്ടി കരയേണ്ടവർ ഇടനെഞ്ച് പൊട്ടി കരയണ്ട, ചങ്കിടിച്ച് കരയേണ്ടവർ ചങ്കിടിച്ച് കരയണ്ട. ഒരു രാത്രിയായി രാത്രി തീരട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി എന്നെ മേൽ കോടാലി വരരുത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇനി ഇവരുടെ തലമുറയ്ക്ക് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? വിശന്നു പൊരിഞ്ഞ 2 പടയാളികൾ ദേവാലയത്തിന് മതിൽക്കെട്ടിലൂടെ ഓടി നടക്കുമ്പോൾ മറിയ എന്നൊരു സ്ത്രീ ഇറച്ചി വറക്കുന്നു. അവളെ പിടിച്ചു മാറ്റിയിട്ട് ഇറച്ചി കഴിക്കാൻ പടയാളികൾ ശ്രമിക്കുമ്പോൾ നിലത്ത് വീണ ആ സാധു സ്ത്രീ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, കഴിക്കരുത്, ഒരു കാര്യം കണ്ടിട്ട് കഴിച്ചു. അകത്തെ വീടിന്റെ മൂലയിലേക്ക് വിളിച്ചു. ഒരു വലിയ ബക്കറ്റിന്റെ മേൽഭാഗം മാറ്റി കാണിച്ചു. പടയാളികളെ വിറയ്ക്കാൻ തുടങ്ങി. 2.5 വയസ്സ് പ്രായമുള്ളൊരു പിഞ്ചോമനയുടെ ശരീരം ഞെക്കിക്കൊന്നിട്ട് ശരീരഭാഗം വാർന്നെടുത്ത് പാത്രത്തിൽ വറുക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നോമന, ഞാൻ പെറ്റു വളർത്തി എൻ്റെ പൈതൽ. മക്കളെ, ജീവിക്കാൻ നിർവാഹമില്ല, വിശപ്പ് സഹിക്കാൻ വയ്യ, വാ നീ എനിക്ക് ആഹാരമായിരിക്കുന്നു പറഞ്ഞ് ഞാൻ കൊന്നു വറുക്കുകയായിരുന്നു. നിങ്ങൾ ഓർക്കുക, ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും തിരോധനത്തിലും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പുത്രന്മാരുടെ മാംസം നീ തിന്നുമെന്ന് എഴുതി വെച്ച പ്രവചനം ആ ജാതിയുടെ മേൽ നിവർത്തിക്കപ്പെട്ടപ്പോൾ സർവശക്തന്റെ കോടാലി ആ അത്തിയുടെ ചുവട്ടിൽ പതിഞ്ഞു. ഈ ദൂതിന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര ദൈവമക്കൾ കരമുയർത്തി പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി ഈ മിനിറ്റുകൾക്കുള്ളിൽ യോഗം അവസാനിക്കും. എന്നാൽ എത്ര പേർ കരമുയർത്തി പ്രാർത്ഥിക്കും? എനിക്ക് രാത്രി ഫലം കായ്ക്കാൻ ഒരുങ്ങണം. വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ നിലവിളി മാനം മുട്ടെ ഉയരുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ആയിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് എല്ലാവരും ശബ്ദമുയർത്തി കർത്താവിനോട് പറ. അവഗണിക്കുന്ന വ്യക്തികൾ കാണാം, പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയുന്നവർ കാണാം. എന്നാൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കഴുകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേർ രാത്രി ഇവിടെയുണ്ട്? ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, മറക്കരുത്, മറക്കരുത്. നിന്നെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്താൽ ഒരു നിലവിളിയുടെ കണ്ണുനീർത്തുള്ളികൾ മുത്ത് കണക്കെ കവിൾത്തറന്ന് ഒഴങ്ങണം. കർത്താവേ, എന്റെ മേൽ കോടാലി വീഴരുത്. ശ്രദ്ധിച്ചേ. കസാക്കിസ്ഥാനിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. വെള്ളിയാഴ്ച 7:20 ബോർഡിംഗ് പാസ് വാങ്ങിച്ച് 100ഓളം യാത്രക്കാർ ഫ്ലൈറ്റിനകത്തോട്ട് കയറിയപ്പോൾ 100 സ്വപ്നങ്ങളോടെയാണ് ഈ വെള്ളിയാഴ്ച അവർ യാത്ര ചെയ്തത്. വീട്ടിൽ നിന്ന് മോടെ കല്യാണം ഉറപ്പിച്ചായിരിക്കും, വീടിന് അടിത്തറയിട്ടിട്ടായിരിക്കും, പുതിയ വീട് വാങ്ങിക്കാൻ കോൺട്രാക്ട് എഴുതിയിട്ട് ഞാൻ വന്നിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും.
അപ്പനെയും അമ്മയും വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, 2020 കാണുമെന്ന ഉറപ്പോടാ ഫ്ലൈറ്റ് കയറിയത്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ 100 പേരും കത്തിച്ചാമ്പലായി. അവർ 2020 കണ്ടില്ല കേട്ടോ. നമുക്കാർക്കും പറയാൻ ഒക്കില്ല നമ്മൾ 2020 കാണുമെന്ന്. എന്റെ ദൈവകൃപ പകർന്നെങ്കിലേ 2020 കാണൂ. ശ്രദ്ധിച്ചേ 1984 ഡിസംബർ മാസം 1-ാം തീയതി രാത്രിയിൽ ഭോപ്പാലിലെ നമ്മെ പോലെയുള്ള സാധാരണപ്പെട്ടവർ ഗാഢമായി ഉറക്കത്തിലോട്ട് കയറിയപ്പോൾ വിചാരിച്ചു ഡിസംബർ 31 ഞങ്ങൾ കാണുമെന്ന്. പക്ഷേ യൂണിയൻ കാർബൈഡ് വാതക ചോർച്ചയിൽ 17,000 ശവശരീരങ്ങൾ ഭോപ്പാലിൽ വീണപ്പോൾ വിചാരിച്ചില്ല ഈ കൂട്ടം മുഴുവൻ ഇവിടെ തീരുകയാണെന്ന്. സ്തോത്രം. 2004 ഡിസംബർ 25 ക്രിസ്തുമസ് കഴിഞ്ഞ രാത്രി ഇറാനിലെ ജനങ്ങൾ വിചാരിച്ചു അടുത്ത ദിവസം ഞങ്ങൾ കാണുമെന്ന്. പക്ഷേ ആ രാത്രി ഉയർന്ന ഒരു ഭൂകമ്പം ആ മണ്ണിനെ നടുക്കി ആ ജനതയെ വിഴുങ്ങി. ദൈവമക്കൾ ഇന്ന് രാത്രി ഓർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ സുനാമി എന്ന മഹാദുരന്തം ഒരു ട്രെയിനിന്റെ ഇരമ്പലിനേക്കാൾ ഭയങ്കരത്വത്തോടുകൂടെ ഒരു ഡിസംബർ മാസത്തിൽ ഇന്തോനേഷ്യക്ക് സമീപം 9.4% ഉയർത്തുന്ന അത്യുഗ്രമായ തീവ്രതയോടുകൂടെ കടൽ ഭൂകമ്പം തെങ്ങിനേക്കാട്ടിൽ ഉയരത്തിൽ ഇരമ്പിക്കയറിയപ്പോൾ 2,30,000 പേർ ഈ മണ്ണിനോട് വിട പറഞ്ഞപ്പോൾ അവരോർത്തില്ല അടുത്ത വർഷത്തിന്റെ ആദ്യത്തെ ദിവസം ഞങ്ങൾ കാണത്തില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല. എന്റെ ദൈവത്തിന്റെ കോടാലി ഉയർന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേർ കരമുയർത്തി പറയും, എന്റെ ദൈവമേ എന്റെ മേൽ കോടാലി വീഴരുത്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ ശബ്ദം ഉയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഞങ്ങൾ ഈ സുവിശേഷ യോഗം വെച്ചത് മിച്ചപ്പണം ചിലവഴിക്കാനല്ല കേട്ടോ. പണത്തിന്റെ തള്ളിക്കയറ്റത്തിലല്ല ഈ കർത്തൃദാസൻ ഈ അധ്വാനമൊക്കെ ചെയ്തത്. ഈ കണ്ണുനീരിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ആത്മാക്കളുടെ വിടുതൽ സംഭവിക്കുന്ന രാത്രിയായി രാത്രി. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി നിലവിളിച്ച് കരയാൻ തയ്യാറുള്ള ദൈവമക്കൾ വായി തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി. രക്തത്താൽ ജയം. ദൈവശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ചില വ്യക്തികളോട് ദൈവത്തിന് തോളിൽ തട്ടി ദൂത് പറയുകയാണ്, നീ ഇന്ന് രാത്രി തിരുവഴുത്തുകളെ പുറങ്കാൽ കൊണ്ട് ചവിട്ടി എറിയരുത്. നീ ഇന്ന് രാത്രി വചനത്തെ അവഗണിക്കരുത്. നീ ഇന്ന് രാത്രി ഇടപെടുന്ന ദൈവശബ്ദത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടി എറിയരുത്. ആ ഇരിക്കുന്ന ഇരിപ്പിൽ 2 കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ ദൂതിന് മുൻപിൽ കരയാൻ തയ്യാറുണ്ടെങ്കിൽ എനിക്ക് കോടാലി അല്ല വേണ്ടത്, എനിക്ക് അനുഗ്രഹത്തിന്റെ അത് ചുവട് കിളച്ചു വളമിടുന്ന അനുഭവങ്ങൾ ഏറ്റുവാങ്ങണം. എന്റെ നാഥ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ 2019 ഫലം കായ്ച്ചില്ല. ഈ രാത്രി എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് നിൽക്കുന്നത് പോലെ 2 കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഓ രക്തത്താൽ ജയം. ദേശം പരിഹസിച്ചാലും സമൂഹം വിടക്കെന്ന് കണ്ടാലും ആളുകൾ അപമാനിച്ചാലും ഒരു കർത്തൃദാസൻ കണ്ണുനീരോടുകൂടെ ഈ യോഗമൊക്കെ ക്രമീകരിക്കാൻ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ അതിന്റെ പുറകിൽ ആ ദൈവദാസന്റെ സന്ദേശങ്ങൾക്കും ശുശ്രൂഷകൾക്കും നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇത് ഞങ്ങൾ കേട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ നാട് കേട്ടെന്ന് ഒരു ദിവസം ന്യായവിധി ദിവസം എന്റെ ദൈവം പറയിപ്പിക്കുന്ന ദിവസം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി സാധാരണ രാത്രിയല്ല, ഇത് ചില വ്യക്തികളുടെ അനുതാപത്തിന്റെ രാത്രിയാണ്. നിന്റെ മേൽ മുഖം വെച്ചു ബന്ധിച്ച് നിന്നെ നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വാദിക്കുന്ന ചില ശക്തികളുടെ ബന്ധനത്തെ ഈ രാത്രി സ്വർഗം വെട്ടിമാറ്റിയിട്ട് നിന്നെ സ്വതന്ത്രമാക്കാൻ ഒരു അഭിഷേകത്തിന്റെ ഒഴുക്ക് നിന്റെ സിരകളുടെ മേൽ പകരുന്ന രാത്രിയാണ്. നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഓ രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ. ഓരോ വായിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഓരോ നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഈ രാത്രി എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ എന്ന് 200 മൈൽ ചുറ്റളവിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വീഴുന്ന യഹൂദൻ അവന്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് ദൂരെ ഉയർന്നു നിൽക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ
അവൻ്റെ നോട്ടത്തിലൂടെ ദൈവശക്തി അവൻ്റെ സിരകളിൽ വ്യാപരിച്ച് അവൻ്റെ രക്തധമനികളിൽ ഒഴുകുന്ന മൂർഖത ആ പ്രത്യേക അഗ്നിസർപ്പത്തിൻ്റെ വിഷത്തെ റദ്ദാക്കിക്കൊണ്ട് വിടുതൽ അവന് വ്യാപരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് നിങ്ങൾ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ നിങ്ങളുടെ രക്തധമനികൾ ഒഴുകുന്ന പഴയ പാമ്പിൻ്റെ വിഷത്തെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റി നിങ്ങൾ നിത്യജീവനും രോഗശാന്തിയും പകരാൻ ആ കരം ഈ രാത്രി ചലിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പിതൃസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന ആ കരം ആത്മാവിൽ കാണുക. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കർത്തൃസ്ഥലം എഴുന്നേറ്റാട്ടെ. കർത്തൃസ്ഥലം എഴുന്നേറ്റാട്ടെ. രണ്ട് കരങ്ങൾ കർത്താവെങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നിൽക്കുന്നവരെ മറക്കുക. ആ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തുക. ശബ്ദമുയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിൽക്കുന്നത് മനുഷ്യന്റെ മുൻപിലല്ല, മഹാദൈവത്തിന്റെ മുൻപിലാണെന്ന ചിന്തയോടെ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഞാനൊരു അനുഭവം പറയാം, ശ്രദ്ധിക്കണേ. ഞാനൊരു പ്രാർത്ഥന, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ് കണ്ണു തുറക്കുക. ഞാനൊരു പ്രാർത്ഥനാ യോഗത്തിന് പോകുകയായിരുന്നു. ആ യോഗത്തിൽ മുകളിലെ ഒരു വീട്ടിലാണ് യോഗം നടക്കുന്നത്. താഴെ നിന്ന് ഞാൻ മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. തൊട്ട് താഴ്വശത്ത് ഒരു കിണറ്, പണി പൂർത്തിയാക്കിയ ഒരു വലിയ കിണറാണ്. മുകളിലോട്ട് കെട്ടിയിട്ടില്ല, അതിന് ചുറ്റുവട്ടം കെട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ അറിയാതെ സ്റ്റെപ്പാണെന്ന് വിചാരിച്ച് ആ കിണറിൻ്റെ ആ ചുറ്റുവട്ടത്തിലേക്ക് കാലുവെച്ചു. അടുത്ത കാല് കുഴിക്കകത്തേക്ക്, കിണറിനകത്തേക്ക്, ഏതാണ്ട് നിരവധി അടി താഴ്ചയുള്ള കിണറിനകത്തേക്ക്, പൊട്ടിച്ച പാറക്കല്ലുകൾ കിടക്കുന്ന കിണറിനകത്തേക്ക് വെക്കാൻ രണ്ടാം കാൽ ഉയർത്തുന്ന സമയം ഒരാൾ ഓടി വന്നെൻ്റെ കൈക്ക് പിടിച്ചു, വലിച്ചെന്നെ മാറ്റി. അല്ലായിരുന്നെങ്കിൽ എൻ്റെ കഥ അതോടെ കഴിഞ്ഞേനെ. ഞാൻ എന്തിനാ ഈ സംഭവം പറഞ്ഞെന്നറിയാമോ? 2019 നിന്റെ ജീവൻ മരണത്തിലേക്ക് എടുത്തു വെക്കാമായിരുന്ന നിരവധി സംഭവങ്ങളെ പിടിച്ചു മാറ്റിയ ദൈവത്തിന്റെ കരം നീ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാ ഈ രാത്രി ഈ ദൂതന് മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ. കോടാലി വന്നതാണ് പലപ്പോഴും ചുവട്ടിലേക്ക്, എന്നാൽ ഒരു കൈ അതിനെ തടഞ്ഞു. ഓ, ഈ ദൂതിന്ന് രാത്രി ചിലർക്ക് നേരെ വരികയാ, ഒരു കൈ അതിനെ തടഞ്ഞു. അതാണ് താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥന്റെ കരം. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ക്രൂശിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നന്ദി കർത്താവേ എന്നൊന്ന് പറഞ്ഞേ. വാ തുറന്ന് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ. നിന്റെ ജീവന് നേരെ വന്ന പല അനർത്ഥങ്ങളെയും 2019 ഒഴിവാക്കി വിട്ട ദൈവത്തിന്റെ കരം തിരിച്ചറിയുന്നെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദി കർത്താവേ എന്നൊന്ന് പറഞ്ഞേ. ഒരു പാട്ടിന്റെ ചരണം ആ കരം ഉയർത്തിക്കൊണ്ടൊന്ന് ചേർന്ന് പാടണം. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. നമുക്ക് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്തി പാടാമോ അത്രത്തോളം ശബ്ദം ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടാം. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഒരിക്കൽ കൂടെ താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് അപ്പന്റെ മുൻപിൽ കുഞ്ഞ് നിൽക്കുന്നത് പോലെ, അമ്മയുടെ മുൻപിൽ പൈതൽ നിൽക്കുന്നത് പോലെ വാ തുറന്ന് കർത്താവിനോടൊന്ന് സംസാരിച്ച്
ഒരു സാധാരണ രാത്രിയല്ല. ഇന്ന് രാത്രി മുഴങ്ങിയിരിക്കുന്ന ഒരു സാധാരണ ദൂതുമല്ല. വ്യക്തികളോട് ദൈവത്തിന് ആത്മാവി രാത്രി ഇടപെടുന്ന വിപിൽ പ്രബോധനമാണ് ഇവിടെ മുഴങ്ങിയത്. ആ നെഞ്ചോട് ചേർത്ത കൈകളോടുകൂടെ നാഥാ നാഥാ, ഫലം കായ്ക്കേണ്ട സമയം ഞാൻ ഫലം കായ്ക്കാതെ പോയി. കിളച്ച് വളമിട്ടത് ഞാൻ ഓർക്കുന്നു, ഫലം കായ്ച്ചിട്ടില്ല. ഈ രാത്രിയിൽ ദൈവഭയത്തോടെ ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ വീഴുകയാണ്. നീ എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ. എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ നിനക്ക് വേണ്ടി മാത്രമാണ്. ഇന്ന് രാത്രി ഒരു പുതിയ പ്രതിഷ്ഠയ്ക്കായി എന്റെ ജീവിതത്തെ കൈമാറുന്നു. ഇന്ന് വരെ ഇല്ലാത്തൊരു മാനസാന്തരത്തിന്റെ സമർപ്പണം എന്നിൽ ഉയരുകയാണ്. ദൈവദാസനെ, എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്റെ ആയുസ്സിൽ 2019 ഇതുവരെ എടുക്കാത്ത ചില തീരുമാനങ്ങൾ ഇന്ന് രാത്രി ഞാൻ കൈക്കൊള്ളുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാധാരണ ദൂതായി അവഗണിക്കരുത്. ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയുടെ ഒടുവിലത്തെ മിനിറ്റുകൾ, ഇറാഖിലെ ജനങ്ങൾക്ക് ഭൂകമ്പത്തിന് മുൻപ് കോടാലി വരുന്ന കാര്യം തിരിച്ചറിഞ്ഞില്ല. സുനാമി ദുരന്തത്തിൽ 2,30,000 പേർ ഒരു മണ്ണിനോട് വിട പറഞ്ഞപ്പോൾ കോടാലി വരുന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞില്ല. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ ഒരു വലിയ പറ്റം ജനങ്ങൾ മണ്ണിനോട് യാത്ര പറഞ്ഞപ്പോൾ കോടാലി വരുന്നത് അവർ തിരിച്ചറിഞ്ഞില്ല. എന്തിന് യഹൂദ ജനങ്ങൾക്ക് നേരെ വിധിയുടെ കോടാലി വരുന്നവർ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തെ ഞാൻ യേശുവിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. എനിക്കെതിരെ വിധിയുടെ കോടാലി ഉയരാൻ പാടില്ല. ന്യായവിധിയുടെ കോടാലി ഉയർത്തുന്ന സമയം ഇടയിൽ കയറി നിന്ന തോട്ടക്കാരന്റെ മധ്യസ്ഥത പോലെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ആ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി വരെ വിശ്വാസ സ്നാനത്തിന് തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ, ചില വ്യക്തികൾ വിശ്വാസ സ്നാനത്തിന് തീരുമാനമെടുക്കുന്ന രാത്രിയാകണം. കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കായും കൂട്ടുന്ന തൈലമല്ല, കാത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ പകരുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ വ്യാപാരം എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇന്ന് രാത്രി ആത്മവ്യാപാരത്തിന് തീരുമാനമെടുക്കാത്തവർ ആത്മവ്യാപാരത്തിന് തീരുമാനമെടുക്കണം. ആ പ്രതിഷ്ഠയുടെ അടയാളമായി നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഞങ്ങൾ വ്യക്തികളെ കാണുന്നത്, ഈ വഴിയോരങ്ങളിൽ ഞങ്ങൾ വ്യക്തികളെ കാണുകയാണ്. ടെറസിന് മുകളിലാകട്ടെ, വീടിന്റെ സിറ്റ് ഔട്ടിലാകട്ടെ, സ്വകാര്യ സ്ഥലങ്ങളിലാകട്ടെ, എവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കൂടപ്പറപ്പേ, ഒടുവിലത്തെ വർഷം, 4ാമത്തെ വർഷം, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ഇടിവിൽ നിൽക്കുന്ന വർഷം, അതിന് തിരശീല വീഴുകയാണെങ്കിൽ അനർത്ഥമാണ്, അനർത്ഥമാണ്. ഇന്ന് രാത്രി കരഞ്ഞു പ്രാർത്ഥിക്കുക, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിലവിളി ഒന്ന് ഉയരട്ടെ. സ്നാനപ്പെടാൻ എത്ര വട്ടം നിന്നോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞു? അവിടെയെല്ലാം പുറങ്കാൽ കൊട്ട പ്രമാണം നീ തട്ടിക്കളഞ്ഞില്ലേ? ആത്മസ്നാനത്തിന് എത്രയോ ആലോചന ചെവിയിൽ മുഴങ്ങി, അവിടെയെല്ലാം വചനം നീ തിരസ്കരിച്ചില്ലേ? അനർത്ഥം വന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെട്ടിക്കളയാൻ കോടാലി ഉയരുന്നതിന് തടയുന്ന കരത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി ശക്തിയോടെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം, എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ഈ അനുഗ്രഹീതനായ കർത്തൃദാസൻ ത്യാഗപൂർവമായി നടത്തുന്ന യോഗത്തിന്റെ അധ്വാനങ്ങൾക്ക് നടുവിൽ, ക്രമീകരിച്ച യോഗത്തിന്റെ ഒടുവിലത്തെ രാത്രി, പരിശുദ്ധാത്മാവ് സദസ്സിനോടും ദേശത്തോടും ഇടുന്ന ദൈവാലോചനയെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയരുതേ കൂടെ പറപ്പേ. കോടാലിയുടെ വരവ് ഭയാനകമാണ്. പക്ഷേ ഇടിവിൽ നിൽക്കുന്ന ഒരു ഇടയൻ മധ്യസ്ഥനുള്ളത് കൊണ്ട് കോടാലിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. എൻ്റെ മേൽ വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ തടഞ്ഞത് എൻ്റെ മിടുക്കല്ല, എൻ്റെ മധ്യസ്ഥന്റെ കരുത്താണെങ്കിൽ കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ നിന്റെ മേൽ വരുന്ന ന്യായവിധി തടഞ്ഞു നിറപ്പെട്ടിരിക്കുന്നു. ഫലം കായ്ക്കാൻ തയ്യാറാകുക.
നീട്ടിത്തന്ന 1 വർഷത്തിന് തിരശീല വീഴുന്നു. ആത്മപരിശോധനയോടെ ഭവനങ്ങളിലേക്ക് മടങ്ങൂ.